വാട്ട്സ്ആപ്പ് ഗായ്സ്, എല്ലാവർക്കും MTN പ്രോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീക്കിൽ നമ്മളൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം. കുറച്ചുകൂടി ഫണ്ണും കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി സീരീസ്. സോ ഈ സീരീസിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ട്, ദ മൂവി ഹാക്ക്. നമ്മൾ മൂവീസിൽ അല്ലെങ്കിൽ ഗെയിംസിലൊക്കെ കാണുന്ന ഹീറോസിൻ്റെ അല്ലെങ്കിൽ വില്ലന്മാരുടെയൊക്കെ വെപ്പൺസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ റീമേക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അതാണ് ബേസിക്കലി മൂവി ഹാക്ക് എന്ന സീരീസിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അസാസിൻസ് ക്രീഡ് എന്ന ഗെയിമിലെ അസാസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വെപ്പണുണ്ട്, ഹിഡൻ ബ്ലേഡ് എന്ന പേരിൽ ഒരു വെപ്പൺ. അതാണ് ഇന്ന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഗായ്സ്, നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. സോ നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോയാലോ. സോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വെപ്പണെ കുറിച്ചിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ കിട്ടി. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നോട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഒന്ന്, ഒരു കൺസീൽഡ് ബോക്സ് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ ബ്ലേഡ് പുറത്തോട്ട് വരാനും അതുപോലെ തന്നെ ഉള്ളിലോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രിങ് മെക്കാനിസം വേണം. പിന്നെ മൂന്നാമതായിട്ട് ഒരു ട്രിഗർ ബട്ടൺ വേണം. ഈ ട്രിഗർ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്ലേഡ് പുറത്തോട്ട് വരേണ്ടത്. സോ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നോക്കാനുള്ളത്: ഒരു ബോക്സ്, ഒരു സ്പ്രിങ് മെക്കാനിസം, പിന്നെ ഒരു ട്രിഗർ ബട്ടൺ. സോ നമുക്ക് നേരെ ബോക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളൊരു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ സ്ക്രാപ്പ് പീസാണ് എടുത്തിട്ടുള്ളത്. 30 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതി വരുന്ന 3 പീസസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 സൈഡിലും വെക്കാൻ വേണ്ടിയിട്ട് 1 സെൻറ്റിമീറ്റർ വീതി വരുന്ന 2 ചെറിയ കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര വലുപ്പത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ബ്ലേഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വീണ്ടും ഇതൊരു 18 സെൻറ്റിമീറ്റർ നീളത്തിലേക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലേഡായിട്ട് ഞാനൊരു കത്തിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേണ്ടത്, അതുകൊണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ബോക്സിനുള്ള പാർട്സൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് നമുക്കൊരു സ്പ്രിങ് മെക്കാനിസമാണ്. നമ്മുടെ സ്പ്രിങ് മെക്കാനിസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചാനൽ പോലെ ഉണ്ടാക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ബ്ലേഡ് പ്രോപ്പറായിട്ട് മുന്നോട്ടും പുറകോട്ടും പോകാൻ വേണ്ടി ആവശ്യമുള്ള ഒരു ചാനൽ. നമ്മുടെ ചാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് ഒരു സെൻറ്റർ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ സെൻറ്റർ ലൈനിലൂടെയാണ് നമ്മൾ ഡ്രിൽ ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ബ്ലേഡിന് ഒരു ഹോൾ ഉണ്ടാക്കി ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലൂടെ പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ സ്ക്രൂവിലാണ് നമ്മൾ സ്പ്രിങ് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടകളും തുറക്കാത്തത് കൊണ്ട് എനിക്ക് സ്പ്രിങ്ങും കിട്ടിയിട്ടില്ല. ഞാൻ റബ്ബർ ബാൻഡാണ് അതിൽ പകരം യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടെ സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് കണ്ട് ഒന്നുകൂടെ ഒന്ന് സ്മൂത്താക്കാം. ഇപ്പോൾ നമുക്കത് സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 50% വർക്ക് നമ്മളത് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പാർട്സും ഒന്ന് അസംബിൾ ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഗായ്സ്, ഇപ്പോൾ നല്ല നൈസായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബോക്സ് ഉണ്ടാക്കി, അതുപോലെ തന്നെ സ്പ്രിങ് മെക്കാനിസത്തിനുള്ള ചാനൽ ഉണ്ടാക്കി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഉണ്ടാക്കേണ്ടത് ഇതിൻ്റെ ട്രിഗർ ബട്ടണാണ്. ട്രിഗർ ബട്ടൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കമ്പി വളച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല. ഞാൻ ഇതിൻ്റെ വർക്കിംഗ് ആദ്യം പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാവും. സോ അതിന് വേണ്ടിയിട്ട് ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ പീസസും പ്രോപ്പറായിട്ട് ഫെവിക്വിക്ക് യൂസ് ചെയ്ത് കണ്ട് അസംബിൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് സൈഡാണ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രോപ്പറായി ഒട്ടാൻ വേണ്ടിയിട്ട് നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ സെക്കൻഡ് സൈഡാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സെക്കൻഡ് സൈഡിൽ ഞാൻ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ട്രിഗർ ബട്ടൺ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലേഡിൻ്റെ സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലേഡ് സ്റ്റേബിൾ അല്ല. ഇപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും, 2 സൈഡിലോട്ടും ഇളകി കളിക്കുന്നത് കാണാൻ കഴിയും. സോ ഇതിന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് MCയിൽ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ 2 സൈഡും പ്രോപ്പറായിട്ട് ഒരേ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ നമുക്ക് നല്ല സ്റ്റേബിളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഗായ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ എന്തിനാണ് ട്രിഗർ ബട്ടൺ ഇതുപോലെ ഡിസൈൻ ചെയ്തതെന്നത്. സോ ഗായ്സ് നമുക്ക് വേണ്ടത് നമ്മുടെ ബ്ലേഡ് പ്രോപ്പറായിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു ട്രിഗർ ബട്ടൺ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും നമ്മുടെ കത്തിയുടെ സൈഡ് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിരുന്നു. ഈ കട്ട് ചെയ്ത ആ ഭാഗത്ത് നമ്മുടെ ട്രിഗർ ബട്ടൺ ലോക്കായി നിൽക്കും. അപ്പോൾ നമ്മുടെ ബ്ലേഡ് പ്രോപ്പറായിട്ട് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. ഈ ട്രിഗർ ബട്ടൺ മാറ്റിയാൽ മാത്രമാണ്, അതായത് നമ്മൾ ട്രിഗർ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ബ്ലേഡ് പുറത്തോട്ട് വരുള്ളൂ. ഈ പുറത്തോട്ട് വരുന്നത് നമ്മുടെ റബ്ബറിൻ്റെ ആ ഇലാസ്റ്റിക് പവർ യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ഗായ്സ് നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ പാർട്സും അസംബിൾ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ ട്രിഗർ ബട്ടൺ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രിഗർ ബട്ടൺ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ട്രിഗർ ബട്ടന് ഒരു കവറിങ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ട്രിഗർ ബട്ടൺ വരുന്ന ഓപ്പോസിറ്റ് സൈഡായിട്ട് ഞാനൊരു സ്ക്രൂ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രൂവിലോട്ടാണ് നമ്മൾ ട്രിഗർ ബട്ടൺ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ബ്ലേഡും ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റബ്ബർ ബാൻഡ് പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ വാഷർ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തമ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രിഗർ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രിഗർ ബട്ടണിൽ ഒരു കയർ കെട്ടി കൊടുക്കാം. സോ ഗായ്സ് നമ്മുടെ വർക്കെല്ലാം അവിടെ പൂർത്തിയായിട്ടുണ്ട്. നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഗായ്സ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ട്രിഗർ ബട്ടൺ വർക്ക് ചെയ്യുന്ന ശരിക്കും കാണാൻ കഴിയും. ട്രിഗർ ബട്ടൻ്റെ ഒരു സൈഡ് നമ്മളൊരു കയർ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ കയർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കയർ വലിക്കുന്നത് നമ്മുടെ തമ്പ് ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ തമ്പ് സ്ട്രക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്ലേഡ് പുറത്തോട്ട് വരുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു കൂൾ ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏതായാലും ഒരു തണ്ണിമത്തം യൂസ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സേഫ്റ്റി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ബ്ലേഡൊന്നും നമ്മൾ ഷാർപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അധികമൊന്നും തുളച്ച് പോകത്തൊന്നുമില്ല. തിരിച്ച് പുഷ് ചെയ്താൽ ഉള്ളിലോട്ട് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഒരു ലോക്കിംഗ് സിസ്റ്റം ഒന്നും നമ്മളിതിൽ വെച്ചിട്ടില്ല. ഷാർപ്പിലെ ബ്ലേഡും അതുപോലെ തന്നെ സ്ട്രോങ് സ്പ്രിങ്ങോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പായിട്ട് പോകും. പിന്നെ ഗായ്സ് ഞാൻ കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബാൻഡേജ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അത് കയ്യിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തത്. ഇത് തീർത്തും ഒരു ഹോബി ബേസ്ഡ് പ്രോജക്റ്റാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു കൂളാണ്. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേഫ്റ്റി എല്ലാം കൺസിഡർ ചെയ്തിട്ട് മാത്രം ഉണ്ടാക്കുക. പിന്നെ കുട്ടികൾ ആരും തന്നെ ഇത് ട്രൈ ചെയ്യരുത്. സോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അമർത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നിർദ്ദേശങ്ങളും പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ടിൽ ദെൻ അടുത്ത വീഡിയോയിൽ കാണാം.